ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ ഉദ്ഗ്രഥനമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് STD2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. പ്രവർത്തനം 1 നോക്കൂ മക്കളെ. ചായം ചാർത്താം. കളർ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ഒരുമയോടും സന്തോഷത്തോടും കഴിയുന്ന ധാരാളം ജീവികളുള്ള മഞ്ഞണിക്കാട്. ഇന്ന് മഞ്ഞണിക്കാട്ടിൽ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. ആരെല്ലാമാണ് നോക്കൂ. ചിത്രം നിറം നൽകി മനോഹരമാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവിടെ മഞ്ഞണിക്കാടിന്റെ നല്ല ഭംഗിയുള്ളൊരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഒരുപാട് ആനിമൽസ്, ഒരുപാട് മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഒത്തുകൂടുന്ന ഒരു ചിത്രം. അപ്പോൾ മക്കളോട് പറയുന്നത് നല്ല ഭംഗിയിൽ ഇത് നിറം നൽകി മനോഹരമാക്കാനാണ്. നമുക്കൊന്ന് കളർ ചെയ്ത് നോക്കാലോ. ടീച്ചർ ഇവിടെ ചെറുതായിട്ടൊന്ന് നിറം നൽകിയിട്ടുണ്ട്, ടീച്ചറെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. മക്കളിത് അടിപൊളിയായിട്ട് കളർ ചെയ്ത് മനോഹരമാക്കണം കേട്ടോ. ഇനി പ്രവർത്തനം 2 നോക്കൂ. ക്ഷണക്കത്ത്. മഞ്ഞണിക്കാട്ടിൽ മൃഗങ്ങൾ പുതുവത്സരം ആഘോഷിക്കാൻ തീരുമാനിച്ചു. എല്ലാ ജീവികളെയും പുതുവത്സരാഘോഷത്തിന് ക്ഷണിക്കണം. അതിനായി ചിമ്പൻ കരടി ക്ഷണക്കത്ത് തയ്യാറാക്കി. നിങ്ങളും ക്ഷണക്കത്ത് തയ്യാറാക്കൂ എന്നാണ് പറയുന്നല്ലേ. അപ്പൊ പുതുവത്സരാഘോഷത്തിന് ക്ഷണിക്കാൻ വേണ്ടി ഒരു ക്ഷണക്കത്ത്. ഓക്കെ, നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാട്ടോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഞ്ഞണിക്കാട്ടിലെ മൃഗങ്ങൾ എല്ലാവരും ചേർന്ന് പുതുവത്സരം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സ്ഥലം മഞ്ഞണിക്കാട് പൊതുമൈതാനം. സമയം വൈകുന്നേരം 4 മണി. തീയതി ജനുവരി 1. പുതുവത്സരാണല്ലോ, അപ്പൊ ജനുവരി ട്ടോ. എല്ലാവരും ഈ മനോഹരമായ ആഘോഷത്തിൽ പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പ് ചിമ്പൻ കരടി മഞ്ഞണിക്കാട്. ഓക്കെ, അപ്പോൾ ചെറിയൊരു രീതിയിലുള്ളൊരു ക്ഷണക്കത്താണ് ടീച്ചർ ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 3. വായിക്കാം, എഴുതാം. പുതുവത്സരാഘോഷത്തിന് എന്തായാലും നല്ല ഒരു സദ്യ വേണം. സദ്യക്ക് ആവശ്യമായ സാധനങ്ങൾ എല്ലാവർക്കും കൂടി കൊണ്ടുവരാം, കുറുമ്പനാന പറഞ്ഞു. ആഘോഷ ദിവസം ജമ്പുകുരങ്ങൻ വലിയൊരു വാഴക്കുലയുമായി വന്നു. സുന്ദരിക്കാക്ക വാഴയില കൊണ്ടുവന്നു. ലാലുമുയൽ ഉരുളക്കിഴങ്ങും തക്കാളിയും പാലുമായി വന്നു. വെണ്ടയ്ക്കയും വഴുതനയും ശർക്കരയും പരിപ്പും സഞ്ചിയിലാക്കി കൊണ്ടുവരുന്ന കിട്ടനാടിന്റെ ഗമ ഒന്ന് കാണേണ്ടത് തന്നെ. അങ്ങനെ സദ്യക്ക് ആവശ്യമായ സാധനങ്ങൾ എല്ലാമായി. ചിമ്പൻ കരടി സദ്യ ഒരുക്കാൻ തുടങ്ങി. അരി വന്നു, പായസം തിളച്ചു, കാട്ടിലാകെ നല്ല മണം പരന്നു. സിംഹരാജനെ കാണുന്നില്ലല്ലോ, ലാലുമുയൽ സങ്കടത്തോടെ പറഞ്ഞു. നമ്മുടെ കാട്ടിലെ എല്ലാവരും എന്താണ് ആഘോഷിക്കുന്നത്? പുതുവത്സരം ആഘോഷിക്കുകയാണല്ലേ. എല്ലാവരും സദ്യക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ 1ാമത്തെ പ്രവർത്തനത്തിൽ കളർ ചെയ്തില്ലേ, ആ ചിത്രം തന്നെയാണല്ലേ. ഇനി നോക്കൂ, 1ാമത്തെ ചോദ്യം. മഞ്ഞണിക്കാട്ടിൽ എന്താഘോഷിക്കാനാണ് മൃഗങ്ങൾ തീരുമാനിച്ചത്? പുതുവത്സരം. 2ാമത്തെ ചോദ്യം. ജീവികൾ കൊണ്ടുവരുന്ന സാധനങ്ങളിൽ സാമ്പാറിന് ആവശ്യമായവ ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇപ്പൊ ഏതൊക്കെയാണ് മക്കളെ? ഉരുളക്കിഴങ്ങ്, തക്കാളി, വെണ്ടയ്ക്ക, വഴുതന, പരിപ്പ്. 3ാമത്തെ ചോദ്യം നോക്കൂ. വാഴക്കുലയുമായി വന്നത് ആരായിരുന്നു? ജമ്പുകുരങ്ങൻ. 4ാമത്തെ ചോദ്യം. കിട്ടനാട് സഞ്ചിയിൽ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നത്? എന്തെല്ലാമായിരുന്നു മക്കളെ? വെണ്ടക്കയും വഴുതനയും ശർക്കരയും പരിപ്പും. 5ാമത്തെ ചോദ്യം. ലാലുമുയലിന് സങ്കടം വരാൻ കാരണമെന്ത്? എന്തായിരുന്നു? സിംഹരാജനെ കാണാത്തത് കൊണ്ടാണല്ലേ. ഇനി പ്രവർത്തനം 4 നോക്കൂ. കഥ കഥ കടങ്കഥ. കടങ്കഥകൾ തന്നിട്ടുണ്ട്, അതിനൊക്കെ ഉത്തരം നൽകാനാണ് കേട്ടോ. വടിയെടുത്താൽ വെള്ളത്തിലോടും കാളക്കുട്ടൻ. അതാരാണ്? ചൂണ്ടയാണ്. 2ാമത്തേത്. കാലുകൾ അനവധിയുണ്ടല്ലോ, ആളുകൾ അനവധി കേറിയിടും, പറയാൻ പാത എനിക്കുണ്ടേ, നീളെ പായും ഞാനാര്? ആരാണ്? തീവണ്ടിയാണ്. 3ാമത്തേത്. ചവിട്ടിയാൽ പായും, പിടിച്ചാൽ നിൽക്കും, കാറ്റ് പോയാൽ കഷ്ടത്തിലാകും. ആരെക്കുറിച്ചാണ് പറയുന്നത്? സൈക്കിളിനെ കുറിച്ചാണ് കേട്ടോ. ഇനി സ്വന്തമായി ഒരു കടങ്കഥ നിർമ്മിക്കൂ എന്നാണ് പറയുന്നത്. അതിനവിടെ ചിത്രം തന്നിട്ടുണ്ട്. ആരാണ് ആ ചിത്രത്തിലുള്ളത്? വിമാനമാണല്ലേ. അപ്പം വിമാനത്തെക്കുറിച്ച് നമുക്കൊരു കടങ്കഥ ഉണ്ടാക്കി നോക്കാലോ. ചിറകുകളുണ്ട്, പക്ഷിയല്ല, പറക്കും, ആളുകളെ കൊണ്ടുപോകും. ആരാണിവൻ? ആരാണ്? വിമാനമാണ് കേട്ടോ. ഇനി പ്രവർത്തനം 5 നോക്കൂ. തരം തിരിക്കാം. ഒരുപാട് വാഹനങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ആഘോഷത്തിന് ശേഷം മൃഗങ്ങളെല്ലാം നാടു കാണാൻ ഇറങ്ങി. പട്ടണത്തിലെത്തിയ അവർ കണ്ട ചില വാഹനങ്ങൾ നോക്കൂ. സവിശേഷതകൾക്കനുസരിച്ച് പട്ടികപ്പെടുത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ.
അവിടെ ഏതൊക്കെയാണ് വാഹനങ്ങളുണ്ട് മക്കളെ? ഓട്ടോ ഉണ്ട്, ബസ്സുണ്ട്, സൈക്കിളുണ്ട്, ജീപ്പുണ്ട്, കാറുണ്ട്, കാളവണ്ടിയുണ്ട് അല്ലേ? അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നോക്കൂ, ഒരു ടേബിളുണ്ട്. ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങൾ. അപ്പോൾ അടുത്ത കോളത്തിൽ എന്തായിരിക്കും? ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ എന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെല്ലാമാണ് മക്കളെ ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങൾ? ഓട്ടോയ്ക്ക് ഇന്ധനം വേണോ? വേണം. നമ്മൾ പെട്രോളോ ഡീസലൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ. ഓട്ടോ, ബസ്, ജീപ്പ്, കാറ്, ഈ 4 ഇന്ധനം ആവശ്യമാണ്. ഇന്ധനം ആവശ്യമില്ലാത്തവ ഏതെല്ലാമാണ്? സൈക്കിളും കാളവണ്ടിയും. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 6, തിരഞ്ഞെടുക്കാം. പട്ടണത്തിൽ ജമ്പുകുരങ്ങൻ കണ്ട ചില വാക്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്നും വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അറിയിപ്പ് ബോർഡിൽ എഴുതുക എന്നാണ് പറയുന്നത് കേട്ടോ. ഏതെല്ലാമാണ് അവൻ കണ്ടിട്ടുള്ളത്? വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, നിശബ്ദത പാലിക്കുക, 2 നേരം പല്ല് തേക്കുക, ഭക്ഷണത്തിന് മുമ്പും പിമ്പും കൈയും വായും കഴുകുക, വീടും പരിസരവും വൃത്തിയാക്കുക. എന്തിനെക്കുറിച്ചാണ് നമ്മളോട് ചോദിക്കുന്നത്? വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനായിട്ടുള്ളതാണല്ലേ. നമുക്ക് ഓരോന്ന് എഴുതി നോക്കാം കേട്ടോ. ഏതെല്ലാമാണ് മക്കളെ വ്യക്തി ശുചിത്വം പാലിക്കാനുള്ളത്? യെസ്, 2 നേരം പല്ല് തേക്കുക, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, ഭക്ഷണത്തിന് മുമ്പും പിമ്പും കൈയും വായും കഴുകുക. ഈ 3 ഇതിൽ വ്യക്തി ശുചിത്വം പാലിക്കാനുള്ളത് കേട്ടോ. നിശബ്ദത പാലിക്കുക എന്നുള്ളത് ഹോസ്പിറ്റലിന് മുമ്പിലൊക്കെയാണ് നമ്മൾ കാണാറ്. വീടും പരിസരവും വൃത്തിയാക്കുക എന്നത് വ്യക്തി ശുചിത്വമല്ല, മറിച്ച് എന്താണ്? നമ്മുടെ പരിസ്ഥിതി വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ളതാണല്ലേ. ശരി, ഇനി അതിൽ താഴെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. എന്താണെന്ന് നോക്കാലോ. വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനായി ചെയ്യേണ്ട മറ്റൊരു കാര്യം താഴെ കാണുന്ന അറിയിപ്പ് ബോർഡിൽ എഴുതുക എന്നാണല്ലേ. അപ്പം നമ്മൾ ഒറ്റയ്ക്കൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പം എന്തെല്ലാം നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും? ദിവസവും കുളിക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കൃത്യമായി നഖം മുറിക്കുക അല്ലേ. എല്ലാം നമുക്ക് എഴുതാം കേട്ടോ. ടീച്ചർ ഇവിടെ ദിവസവും കുളിക്കുക എന്ന അറിയിപ്പാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മക്കൾക്ക് എല്ലാവർക്കും ക്ലാസ്സും അതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്